ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളത്തിൽ നിന്നും ഒപ്പം തന്നെ തമിഴിൽ നിന്നും ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ രണ്ട് സിനിമകളുടെ റെസ്പോൺസ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മോളിവുഡിലേക്ക് വരികയാണെങ്കിൽ മാർക്കോ എന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ഉണ്ണി മുകുന്ദൻ്റെ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ഗെറ്റ് സെറ്റ് ബേബി. ചിത്രം ഒരു സിമ്പിൾ ഫൺ എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ഫാമിലി പടമാണ്. സിനിമയുടെ ആദ്യ ഷോയുടെ ആദ്യ പകുതി അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ ഇപ്പോഴത്തെ സിനിമ ഡീസന്റ് അഭിപ്രായങ്ങൾ ആദ്യ പകുതിക്ക് നേടിയെടുത്തിരിക്കുകയാണ്. സിമ്പിൾ പ്ലോട്ടുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ട് മാറുന്നു എന്നാണ് ആദ്യ പകുതി അഭിപ്രായങ്ങൾ നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. ഉണ്ണിമുകുന്ദൻ സിനിമ വലിയ പ്രതീക്ഷകളൊന്നും തന്നെ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. ഇപ്പോഴത്തെ ആദ്യ പകുതി അഭിപ്രായങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടാം പകുതി സെയിം ട്രാക്കിൽ അതല്ലെങ്കിൽ ഒരല്പം കൂടി വൗ ഫാക്ടർ നൽകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആകെ മൊത്തത്തിൽ പോസിറ്റീവ് അഭിപ്രായങ്ങളിലേക്ക് ഗെറ്റ് സെറ്റ് ബേബി കടന്നേക്കും. കാത്തിരിക്കും മുഴുനീള അഭിപ്രായങ്ങൾ അറിയാനായിട്ട്. തമിഴിൽ നിന്നും ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു ഫൺ എന്റർടൈനർ സിനിമയാണ് നിലാവുക്ക് എന്മേൽ എന്നടി കോപം. ധനുഷ് സംവിധാനം ചെയ്ത തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയിൽ ഒരുപറ്റം യങ്സ്റ്റേഴ്സ് ആണ് പ്രധാന റോളുകളിൽ എത്തിയിരിക്കുന്നത്. ഈ എന്റർടൈനർ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ ഇനിയും റെഗുലർ ഷോയ്ക്ക് ശേഷം പുറത്തു വന്നിട്ടില്ല. മറിച്ച് ഇന്നലെ രാത്രിയോടെ സിനിമയ്ക്ക് പ്രിവ്യൂ ഷോ തമിഴ്നാട്ടിൽ സെലിബ്രിറ്റീസിനായിട്ട് നടന്നിരുന്നു. ആ ഷോയ്ക്ക് ശേഷമുള്ള റിവ്യൂവേഴ്സിൽ നിന്നടക്കം വന്നിരിക്കുന്ന അഭിപ്രായങ്ങൾ പ്രകാരം പ്രഡിക്റ്റബിൾ ആണെങ്കിൽ പോലും പോസിറ്റീവ് അഭിപ്രായങ്ങൾ നിലാവുക്ക് എന്മേൽ എന്നടി കോപം എന്ന സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ബോറടിയില്ലാതെ കണ്ടിരിക്കാവുന്ന ഒരു ഫൺ എന്റർടൈനർ സിനിമ കൂടിയായിട്ട് കോമഡി സിനിമ കൂടിയായിട്ട് ധനുഷിന്റെ ഏറ്റവും പുതിയ സംവിധാന സംരംഭം മാറുന്നുവെന്നും രായന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ധനുഷിന്റെ സംവിധാന സംരംഭം മികച്ചു നിൽക്കുന്നു എന്നൊരു അഭിപ്രായമാണ് ആകെ മൊത്തത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കൂ ഈ പറഞ്ഞ രണ്ട് സിനിമകളെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾ കേട്ടാം.